വയനാട്ടിലെയും ഇടുക്കിയിലെയും രൂക്ഷമായ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് സമാനമായ സ്ഥിതിയാണ് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളെയും അതിർത്തി പ്രദേശങ്ങളിൽ. ഈ സാഹചര്യത്തിലാണ് വനം മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം ബന്ദിപ്പൂരിൽ ചേർന്നത്. മനുഷ്യനും വന്യജീവികളും തമ്മിൽ സംഘർഷം രൂക്ഷമായ മേഖലകളുടെ മാപ്പിംഗ് നടത്തും. ഇതിന്റെ കാരണം കണ്ടെത്തി നടപടികൾ കൈക്കൊള്ളും. പ്രശ്നപരിഹാരത്തിന് അതിവേഗ ഇടപെടൽ സാധ്യമാക്കും. വിദഗ്ധ സേവനം, വിഭവ സഹകരണം, വിവരങ്ങളുടെ കൈമാറ്റം തുടങ്ങിയവ വേഗത്തിലാക്കും. 1972 വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ യോഗത്തിൽ പങ്കെടുത്ത മറ്റു സംസ്ഥാനങ്ങളും പിന്തുണച്ചു. 72 നിയമത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള 11 ആ 11 1A 1B അത് ചീഫ് വൈൽഡ് വാർഡന് എല്ലാ അധികാരം നൽകുന്നുണ്ട് എന്ന പ്രചരണം ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചട്ടങ്ങളിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും അഡ്വൈസറികളും സർക്കുലറുകളും ഈ നിയമത്തെ 8 പശുവാക്കി മാറ്റിയിരിക്കുകയാണ്. കേന്ദ്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കാതെയാണ് നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകുന്നത്. വന്യജീവി സംരക്ഷണവും വനസംരക്ഷണവും മനുഷ്യജീവിത സംരക്ഷണവും ഒരു സുപ്രധാന പ്രശ്നമായിരിക്കെ അതിനു വേണ്ടുന്ന ചിലവിൽ ഒരു പങ്ക് കേന്ദ്ര ഗവൺമെന്റും വഹിക്കണം എന്ന അഭിപ്രായവും കൂടി ഉയർന്നു വരികയുണ്ട്. 3 സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ കൃത്യമായ ഇടവേളകളിൽ ആശയവിനിമയം നടത്താൻ ധാരണയായി. വന്യജീവി ആക്രമണങ്ങൾ ഫലപ്രദമായി ചെറുക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും തീരുമാനമായി. അതേസമയം പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അപര്യാപ്തത 3 സംസ്ഥാനങ്ങളും ഒരുപോലെ നേരിടുന്നതായും യോഗം വിലയിരുത്തി. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.